പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ അന്ന ദേവാലയത്തിന്റെ 97ാമത് തിരുനാൾ മഹോത്സവത്തിന്റെ സമാപന ദിനം പ്രശാന്ത സുന്ദരമായ പശ്ചിമഘട്ടത്തിലെ മലയോര ദേശത്തിന് വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്ന് ജനപദങ്ങളെ ക്രിസ്തുവിന്റെ പരിപാലനയിൽ കൂട്ടിയോജിപ്പിക്കാൻ 1928 സ്ഥാപിതമായ വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഒരു വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മിക, കുടുംബ, സാമൂഹ്യ ബന്ധങ്ങളുടെ വളർച്ചയിൽ ഒരു വിശ്വാസ അഗ്നിയാൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളും യേശുവിന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ജോവാക്യമിന്റെയും തിരുനാൾ ആചരണത്തോടനുബന്ധിച്ച് ആഗോള സഭയോടൊപ്പം നമ്മുടെ ഇടവക സമൂഹവും ഇന്ന് 5ാമത് ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോജനങ്ങളുടെയും ദിനാചരണം ആഘോഷിക്കുകയാണ്. പ്രത്യാശ കൈകാത്തവർ ഭാഗ്യവാന്മാർ എന്ന തിരുവചനമാണ് ഈ വർഷത്തെ പ്രമേയം. ജീവിതാനുഭവവും വിശ്വാസവും നവതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് തലമുറകളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അവർ. വാർദ്ധക്യം എന്നത് കാലം കത്തുവച്ച നിധിക്ക് പകരം കാലം കാത്തുവച്ച വിധിയായിട്ടാണ് പലരും കാണുന്നത്. പണ്ട് കുടുംബത്തിന്റെ നായികന്മാരായിരുന്നു അവർ. എങ്കിൽ ഇന്ന് ഒരു മൂലയിലിരുന്നു സങ്കടപ്പെടുന്നു. ഒറ്റപ്പെടലിന്റെയും അപഗണനയുടെയും പീഡനത്തിന്റെയും കഥകൾ ആ പിടികളിൽ കാണാം. ആരും കേൾക്കാൻ തയ്യാറല്ല എന്ന വസ്തുതയാണ് വാർദ്ധക്യത്തിന്റെ ഭീതിജനമാക്കുന്നത്. ഞാനും എനിക്കൊപ്പമുള്ളവരും പ്രത്യാശാഭരിതരാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒപ്പമുള്ളവർക്ക് പ്രത്യാശ നൽകാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെയെങ്കിൽ നാം നമുക്കൊപ്പമുള്ളവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാകണം. ഈ ദിനാചരണം ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും പ്രത്യാശയിൽ മറ്റുള്ളവരെ കരുതലോടെ പരിപാലിക്കാനും ഉള്ള അവസരമാകാം. കുടുംബത്തിൽ വയസ്സാകുന്നവരുടെ സാന്നിധ്യം വലിയ ഒരു അനുഗ്രഹമാണ്. വിദ്യാസമ്പന്നരല്ല എങ്കിലും അനുഭവ സമ്പന്നരായ അവരുടെ വാക്കുകളിലെ വിജ്ഞാനം അമൂല്യമാണ്. അവരുടെ പ്രാർത്ഥനകൾ വിലയേറിയവയാണ്. സന്തോഷത്തോടെ അവരെ സേവിക്കുക, സംരക്ഷിക്കുക. അവരുടെ തൃപ്തി നമ്മുടെ കുടുംബത്തിന്റെ തീരാത്ത ഐശ്വര്യത്തിന് ഹേതുവാകും. അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ക്രൈസ്തവ കുടുംബങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത്. കുടുംബത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന അവർ കുടുംബത്തിന്റെ ബാധ്യതയല്ല, ബലമാണ്. നാം കാരണം നമ്മുടെ മാതാപിതാക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും വേദനിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഒരു ജന്മം മുഴുവൻ നമുക്കായി ബലികഴിച്ച അവരെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ സ്നേഹം നൽകി കരുതലോടെ പരിപാലിക്കാം എന്ന് പ്രതിജ്ഞയെടുക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യാം. പ്രാർത്ഥനയിലൂടെയും വചനവിചിന്തനങ്ങളിലൂടെയും ആധ്യാത്മിക ചൈതന്യത്തിലൂടെയും ഭക്തി നിർഭരമായ ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും മെനഞ്ഞെടുത്ത ഒരാഴ്ചക്കാലം സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും കൂട്ടായ്മയുടെ വേദിയാണ് ഓരോ ദിവ്യബലിയും. കാൽവരിയിൽ രക്തം ചിന്തി മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുനാഥന്റെ മഹത്വം ബലിയിൽ വെളിപ്പെടുന്നു. ഈ ദിനം ബലിയിൽ നാം ഭാഗഭാഗങ്ങളാകുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ ബലിയുടെ പവിത്രത നമുക്ക് ഉൾക്കൊള്ളാം. ആത്മീയതയും ശാന്തതയും ലാളിത്യവും ഭരണപാഠവും കോർത്തിണക്കി വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ ഒരു വിശ്വാസ സമൂഹത്തെ പിടിച്ചു നിർത്താൻ ത്യാഗോജ്വലമായി സേവനം ചെയ്ത നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ ഒരു വിശ്വാസ സമൂഹത്തെ പിടിച്ചു നിർത്താൻ ത്യാഗോജ്വലമായ സേവനം ചെയ്ത എല്ലാ വൈദികരെയും, സിസ്റ്റേഴ്സ്, ഉപദേശിമാർ, എല്ലാ അൽമായ നേതൃത്വത്തെയും ഈ സമയം നന്ദിയോടെ ഓർക്കാം. നാം ചെയ്യുന്ന ചെറിയ ചെറിയ പുണ്യങ്ങൾ പോലും ക്രിസ്തുവിന്റെ മുൻപിൽ മഹത്വം അർഹിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിയുന്നത്ര പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിക്കായി നമുക്ക് ഒരുങ്ങാം. പ്രവേശന ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം.
മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മനസ്സിലും നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവക തിരുനാട് സമാപന സമൂഹ ദിവ്യബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം മുഖ്യ കാർമ്മികനായിട്ട് കടന്നു വന്നിരിക്കുക റവറൻഡ് ഫാദർ ജിന്നു റോസും വചന പ്രഘോഷണത്തിനായിട്ട് കടന്നു വന്നിരിക്കുക റവറൻഡ് ഫാദർ സബിനുമാണ്. രണ്ട് വൈദികരെ പൂർണ്ണമായിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ക്രമീകരണങ്ങൾ ചെയ്യുക പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇടവക ജനങ്ങളുമാണ്. നമ്മുടെ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളെയും, എല്ലാ BCS യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും പൂർണ്ണമായിട്ട് ഈ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ദൈവാനുഗ്രഹ കൃപകളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ ഇടവകാരെയും വിലവർഗിച്ച വചനപ്രഘോഷത്തിനായി ഇവിടെയായിരിക്കുന്ന സഭയച്ച സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, വചനങ്ങളെ, കുഞ്ഞുമക്കളെ, ഓരോ പെരുന്നാളുകളും ആഘോഷിക്കുമ്പോൾ പഴയ നിയമത്തിലെ ചില ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. തിരുനാള് വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കപ്പെടേണ്ട ദിനങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും വിശുദ്ധമായ സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയാണ്. ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും അർപ്പണ മനോഭാവത്തോടുകൂടെ നമുക്ക് ഈ വിശുദ്ധ സമ്മേളനത്തിൽ പങ്കുചേരാം. വിശുദ്ധ ബലിക്കായി നമുക്ക് ഒരുങ്ങാം. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ഈ ഇടവകയിലെ യുവജനങ്ങളെയും അതോടൊപ്പം തന്നെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ഈശോയെ സ്വീകരിക്കുന്ന മകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം മുഴുവനും കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപ നൽകട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ തിരുനാളിന്റെ സമാപന ദിനമാണ്. ഇതിനകത്ത് നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ശിലാസ്ഥാപനവും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ബലിക്കാൻ ഒരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മഹത്വം.
സർവശക്തനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നീയെന്നാകും നായകനുമായ അന്ന് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായവയെ മുറുകെ പിടിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടോളേണമേ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് അരുളിച്ചെയ്തു, സൊദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറിവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ്. അവർ അവിടെ നിന്ന് സൊദോമിന് നേരെ നടന്നു. അബ്രഹാം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ വീണു. അബ്രഹാം അവിടത്തെ സമീപിച്ചു ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? ആരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്തു, സൊദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രഹാം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവും ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 55 കുറവാണെങ്കിലോ 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവനും അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തി ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവദിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ. ഒരുപക്ഷെ 30 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളിച്ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളിച്ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവേ കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളിച്ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. കർത്താവിന്റെ വചനം.
ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവന് ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിചരണം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോട് കൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥകടച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധമില്ല എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവിന്റെ സുവിശേഷം. ഇന്നത്തെ മുഖ്യ കാർമ്മികൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിമോ സച്ച, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കിരുമക്കി സച്ച, പ്രിയമുള്ളവരെ, ചിലരൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഒരു തോന്നല് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാൻ കാണുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പാടില്ല. എന്നെ പോലെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതേ
ദേവാലയത്തിൽ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവൻ ഞാനല്ല, ഞാൻ അവനല്ല. ഒരു ഓർമ്മപ്പെടുത്തല് അത് പറഞ്ഞുകൊള്ളട്ടെ. ബലിക്ക് മുൻപ് പുറത്തു നിന്നപ്പോഴേ ഇങ്ങനെ ഞാൻ എന്നോട് ജിനോറോസ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്, യഥാർത്ഥത്തിൽ പോകുന്ന പള്ളികളിലൊക്കെ വൈറലായി നിൽക്കുന്നത് അവൻ കാരണമാണ് കുറച്ചൊക്കെ പരിചയം എനിക്ക് കിട്ടുന്നത്. ഞാൻ ഏത് പള്ളിയിൽ പ്രസംഗിക്കാൻ പോകുന്നു ആ പള്ളിയിൽ അവൻ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. അവർ സന്തോഷത്തിലേക്കുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ പുറത്തു നോക്കി സന്തോഷത്തിലൂടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മയിൽ ചിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ പ്രതിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നമ്മുടെ ഈ ദേവാലയത്തിന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നിങ്ങൾക്ക് നൽകുകയാണ്. ഒരു മഴയുടെ സാധ്യതയുണ്ട്. വേറെ പ്രദേശം നമ്മുടെ ഈ ദേശം റബ്ബറിനോട് മഴയാണ്. പുറത്തൊക്കെ ഒരു നല്ല തണുത്ത കാറ്റുണ്ട്. മുകളിൽ നിന്ന് തണുപ്പ്, തറയൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മൾ ധ്യാനിച്ചു പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്നത് ഞാൻ അറിയാം. അപ്പോൾ ആ ഒരു ക്ഷീണത്തിലൊക്കെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ധ്യാനിച്ച് കണ്ണുകളൊക്കെ മൂടി വായ തുറന്നു പോകും. എങ്കിലും അധികം കണ്ണടയ്ക്കുന്നതിന് മുമ്പ് വായ തുറക്കുന്നതിന് മുമ്പ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിനോസിനോട് ചോദിച്ചു, എത്ര മണിക്കൂർ പ്രസംഗിക്കണം, എത്ര നേരം പ്രസംഗിക്കണം? അപ്പം ദിനോസ് പറഞ്ഞു, അച്ഛന് ഇഷ്ടമുള്ളതുപോലെ പ്രസംഗിച്ചു. അതിൻ്റെ അർത്ഥം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ തിരുനാളാണ് നമ്മൾ ഇതിനെ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത്. സ്വർഗം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ രക്ഷകന് വേണ്ടിയിട്ട് ഉദരമൊരുക്കിയെന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർഗം തിരഞ്ഞെടുത്തതെന്ന് ചിന്തിക്കും. സ്വർഗം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിനുള്ള ഉത്തരം നാട്ടുപുറത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കുടുംബത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുടുംബത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ട് മക്കള് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാല്, മോശമായിട്ട് ജീവിച്ചു കഴിഞ്ഞാല്, തലതിരിഞ്ഞു കഴിഞ്ഞാലും നേരെ ജീവിച്ചു കഴിഞ്ഞാലും ക്രെഡിറ്റ് പോകുന്നത് അപ്പനും അമ്മയ്ക്കാണ്. ഒരു മകനല്ലെങ്കിൽ മകള് നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവർ കുടുംബത്തിൽ നിന്ന് പഠിച്ചോളാം. ഒരു മകനല്ലെങ്കിൽ മകള് മോശമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കുടുംബത്തിൽ നിന്ന് പഠിച്ചോളാം. പോകുന്നത് മുഴുവനും കുടുംബത്തിനാണ്, ക്രെഡിറ്റ് മുഴുവനും പോകുന്നത് കുടുംബത്തിനാണ്. നമ്മൾ പറയുന്നത് പേരും പ്രശസ്തിയും ഒക്കെ വരുന്നത് മുഴുവനും കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുടുംബം, പരിശുദ്ധ അമ്മയുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. വേറെ പ്രത്യേകിച്ച് ഈ തിരുനാളിന്റെ സമാപനത്തിലായിരിക്കുമ്പോഴേ കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ദേവാലയം പോകുന്ന വലിയൊരു കുടുംബത്തിന് പുതിയൊരു ദേവാലയത്തിന് അടിസ്ഥാനം ഇടാൻ പോകുമെന്ന ഈ നിമിഷത്തിലൊക്കെ ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു കുടുംബത്തിൽ നിന്നാണ് പരിശുദ്ധ കന്യകാമറിയം വളർന്നു വന്നത്. ഇന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ 5 വർഷങ്ങൾക്ക് മുമ്പ് അന്നയുടെയും ജോവാക്കിമിന്റെയും തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഈ മുത്തശ്ശിയുടെയും തിരുനാൾ ആഘോഷിക്കണമെന്ന് സഭയ്ക്ക് പഠിപ്പിച്ചു. അമ്മമാരുടെയും അപ്പന്മാരുടെയും തിരുനാളാണ്. കുടുംബം അപ്പന്റെയും അമ്മയുടെയും ഒരു ഇടമാണല്ലോ, ഇടം. ചില കുടുംബങ്ങളെ നമ്മൾ ചിന്തിച്ചപ്പോൾ പോകും, സുവിശേഷത്തിലുള്ള കുടുംബങ്ങൾ. ഈ ചിന്തിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്. മക്കളെ ചിന്തിക്കണം, ഞാൻ കാരണം എന്റെ അപ്പന് ചീത്ത പേരാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ചീത്ത പേരാണോ കിട്ടുന്നത്, അതോ എന്റെ അപ്പനും അമ്മയ്ക്ക് നല്ല പേരാണോ കിട്ടുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു നിമിഷമാണ്. ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സൂചിപ്പിച്ചു പോകുന്നത് നന്നായിരിക്കും, ഓർത്തു പോവുകയാണ്. ഒരിക്കലും ഒരു പള്ളിയിലെ അച്ഛൻ, നമ്മുടെ ബിനുവച്ചനും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. പള്ളിയിലെ അച്ഛനും കപ്പിയാലും കൂടെ വീടാശീർവദിക്കാൻ പോയി. വീടാശീർവദിക്കാൻ പോയപ്പോഴേ കപ്പിയാലും ഗേറ്റ് തുറന്നു കൊടുത്തു. അച്ഛൻ വലത് കാലെടുത്ത് അകത്ത് വെച്ചപ്പോഴേക്കും അച്ഛനോളം വരുന്നൊരു നായ അച്ഛനെ കടിച്ചു കയറാൻ വേണ്ടി ഇങ്ങനെ ചാടി നിൽക്കുക. ഇങ്ങനെ മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ ഇങ്ങനെ പെട്ട് വികാരിച്ച് നിൽക്കുമ്പോഴും ആ ഭവനത്തിലെ അപ്പൻ പുറത്തിറങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, ടോണി സ്റ്റോപ്പ്. ഇംഗ്ലീഷിൽ പറഞ്ഞു, ടോണി സ്റ്റോപ്പ്. ഈ കഴിക്കാൻ വേണ്ടി നിന്ന ഈ നായ ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് അവിടെ നിന്നു, അനങ്ങി. അച്ഛന് സന്തോഷമായി, ജീവിതം തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ അയന വരയ്ക്കും പോലെ വരച്ചങ്ങ് വിടും ഈ നായ. ഈ അച്ഛൻ വീട്ടിലേക്ക് കയറി ആശീർവദിച്ചു എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചനോട് ചോദിച്ചു, എങ്ങനെ സാധിച്ചു ഈ ഒരു വലിയ നായെ ഇങ്ങനെ പറഞ്ഞൊന്ന് ഇരുത്താൻ, എങ്ങനെ സാധിച്ചു? അപ്പോൾ ഈ അപ്പൻ കുടുംബനാഥൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരൊറ്റ ജീവിയോ, അതെന്റെ ടോണി. ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ അകത്തിരിക്കുന്ന പല അപ്പന്മാരുടെ അവസ്ഥ ഇതാണ്. ഈ അടുത്ത നാളില് ഒരു മരണം ഉണ്ടായി. ഒരു അമ്മയുടെ മരണമാണ്. ഒരമ്മ
അമ്മ 2 മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുടുംബനാഥൻ മരിച്ചുപോയി. ഈ അമ്മ കഷ്ടപ്പെട്ട് ഒരു റോഡിന്റെ വശത്ത് ഒരു വീടും സ്ഥലവും വാങ്ങി വീട് വെച്ച് വളരെ മനോഹരമായ ഒരു വീട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കളെ വളർത്തി. മക്കൾ 2 പേരും ചെന്നൈയാണ്. നല്ല തുക ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടി. അങ്ങനെ മക്കൾ 2 പേരും ചെന്നൈയിൽ. ഈ അമ്മ മാത്രം ഈ ഭവനത്തിൽ. ഈ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ വരും. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ അറിഞ്ഞു അമ്മ മരിച്ചുപോയി. മരിച്ചപ്പോഴ് ഞാനും അടക്കന് പോയപ്പോഴേക്കും മക്കൾ 2 പേരും അപ്പോഴെത്തിയതേ ഉള്ളൂ. അടക്കം അടക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അടക്കൊക്കെ കഴിഞ്ഞിട്ട് കല്ലറ പ്രാർത്ഥന ഉണ്ടല്ലോ, 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം കല്ലറ പ്രാർത്ഥന ഉണ്ട്. അപ്പോഴും മക്കൾ 2 പേരും, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, ഒരു ചേച്ചിയും ഒരു ചേട്ടനും, ഒരു കുടുംബങ്ങളായി ഇവർക്ക് മക്കളുണ്ട്. ഇവര് 2 പേരും അച്ഛന്റെ അടുത്ത് വന്നു പറഞ്ഞു, നമുക്ക് നാളെ കല്ലറ പ്രാർത്ഥന നടത്താം. കാരണം തിരക്കൊണ്ട് പോകണം. എനിക്ക് അത്ഭുതം തോന്നി. ഒരമ്മ മക്കളെ വളർത്തി ഇത്രയും ആക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു 7 ദിവസം ആ വീട്ടിൽ ഒന്ന് താമസിക്കാൻ, അല്ലെങ്കിൽ ഒരു 5 ദിവസം, ഒരു 3 ദിവസം ഒന്ന് താമസിക്കാൻ ആ മക്കൾക്ക് കഴിയില്ല. മക്കൾ പറയുകയാ, അച്ഛാ നാളെ നമുക്ക് കല്ലറ പ്രാർത്ഥന നടത്താം, അത് സ്ലാബിട്ട് കൂടി പെട്ടെന്ന് പണിക്കാരൻ കഴിക്കും. അങ്ങനെ കഴിഞ്ഞ അടുത്ത ദിവസം അതിരാവിലെ ദിവ്യബലിയും വെച്ച് കല്ലറ പ്രാർത്ഥനയും നടത്തി. അന്ന് ഉച്ചയ്ക്ക് ഈ മക്കൾ 2 പേരും നാട് വിട്ടു. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തൊക്കെ നടന്നു തുടങ്ങിയത്. പക്ഷെ എനിക്ക് മനംനൊന്ത സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ആ ഭവനത്തിന് മുൻപിൽ കൂടെ പോയപ്പോഴേ ആ ഗേറ്റിന്റെ പുറത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ഞാൻ എപ്പോഴാ ശ്രദ്ധിക്കുന്നത്, എന്തിനാണ് അമ്മേ നിങ്ങൾ പാടുപെട്ട് ഈ വീടും സ്ഥലവും വാങ്ങി ഈ മക്കളെ ഇങ്ങനെ പഠിപ്പിച്ച് വലുതാക്കിയത്? പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നി. ഈ അമ്മമ്മയുടെ കല്ലറ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോഴും പേരക്കുട്ടികൾ 2 പേരും അവരുടെ അപ്പന്റെയും അമ്മയുടെയും കാറിന്റെ ഉള്ളിലിരുന്ന് ഈ പ്രാർത്ഥനയ്ക്ക് പോലും ദിവ്യബലിയിൽ പോലും പങ്കെടുക്കാതെ സ്വന്തം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പനെ അമ്മയും ഓർത്തിട്ട് ഞാൻ ചിന്തിച്ചു, അധികം അകലെയല്ല എന്ന് എനിക്ക് തോന്നി. ഇതാ ഇന്നത്തെ ലോകത്ത് കുടുംബം, അപ്പന്റെയും അമ്മയുടെയും അവസ്ഥ. അപ്പൻ ഉറങ്ങാത്ത വീട്, അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നൊരു സിനിമ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അമ്മ നിലയ്ക്കാത്ത വീട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൻ ഉറങ്ങാതെയും അമ്മ നിലയ്ക്കാതെയും ഉള്ളതുകൊണ്ട് നമ്മൾ മക്കൾ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാ ദിവസവും കുറ്റം പറഞ്ഞ് ആഹാരവും കഴിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ കുടുംബത്തെ കുറിച്ചും അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പുണ്യങ്ങളെ കുറിച്ചും കുടുംബത്തിൽ കിട്ടേണ്ട പുണ്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ച് സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോഴേ പരിശുദ്ധ അമ്മയും കർത്താവും സന്ദർശിച്ച ചില ഭവനങ്ങളുണ്ട്. ഒന്നാമത്തെ തിരുക്കുടുംബത്തെ കുറിച്ച് നമുക്ക് പറയാം. തിരുക്കുടുംബം, ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, എല്ലാം വിട്ടുകൊടുത്ത ഒരു കുടുംബം. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ്. ഔസേപിതാവ് പറയുന്ന വലിയ പിതാവ് മൗനത്തോടുകൂടി സ്വർഗത്തിന് മുൻപിൽ മൗനം സമ്മതിച്ചുകൊണ്ട് സ്വർഗം എന്ത് പറഞ്ഞു അതുപോലെ മകനെ വളർത്തി, അതുപോലെ ജീവിച്ചു, അതുപോലെ യാത്ര ചെയ്ത, എല്ലാം സ്വർഗത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ ഒരു പിതാവ്. പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തെ തന്നെ പിതാകർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഒരു അമ്മ. ഇത് തിരുക്കുടുംബം, ഒരു മാതൃക. നമ്മുടെ കുടുംബങ്ങൾക്ക് മക്കൾക്ക് ഒരു മാതൃക തിരുക്കുടുംബം. മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് എലിസബത്ത് അമ്മയുടെ കുടുംബം. എന്ന് വെച്ചാൽ സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ഏറെ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഈ സക്കറിയ എലിസബത്തിന്റെ കുടുംബം. എന്താ കുടുംബം? ഈ സക്കറിയ എലിസബത്തിന്റെ കുടുംബത്തിന് അവര് വലിയൊരു ബന്ധനത്തിലാണ്. ഒരു പുരോഹിതനായിരുന്നു സക്കറിയ. ദേവാലയത്തിൽ ദൈവസന്നിധിയിലെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന ചെയ്യുന്ന സക്കറിയ. പക്ഷെ ഈ ധൂപാർച്ചന സമയത്ത് ദൈവദൂതൻ ഇറങ്ങി വന്നു നിന്നുകൊണ്ട് ഭർത്തൃത്തിലായിരിക്കുന്ന എലിസബത്ത് ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ സ്വർഗത്തെ സംശയിച്ചു, ദൂതനെ സംശയിച്ചു. പുരോഹിതനാണ് നിൽക്കുന്ന സ്ഥലം ഓർക്കാതെ, ചെയ്യുന്ന കാര്യം ഓർക്കാതെ സംശയിച്ചപ്പോഴേ അവൻ മൂകനായിട്ട് മാറി. പ്രിയമുള്ളവരെ, എന്താണ് നമ്മളുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ വചനത്തെ സംശയിക്കുമ്പോഴേ, പ്രാർത്ഥനയെ സംശയിക്കുമ്പോഴേ, വിശ്വാസത്തെ സംശയിക്കുമ്പോഴേ, കൂടാശകളെ സംശയിക്കുമ്പോഴേ നമ്മൾ അറിയാതെ എവിടെയോ ബന്ധങ്ങൾ വന്നുവിടും. നമ്മൾ പറയും, എന്തേ കർത്താവ് ഇടപെട്ടില്ല, കർത്താവിന്റെ വൈകുന്നു, കൃപകളൊന്നും കിട്ടുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചുന്നതൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ എവിടെയൊക്കെ ബന്ധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളാണ്.
ചില സംശയങ്ങൾ കാരണം, വിമർശനങ്ങൾ കാരണം, ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാരണം നമ്മൾ ഇങ്ങനെ ജീവിതത്തിലെ ആത്മീയ കുഴികളിൽ നിന്ന് പാപത്തിന്റെ അവസ്ഥകളിലേക്ക് പോകുമ്പോഴും പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ബന്ധനം, കൃപയുടെ ബന്ധനം ഉണ്ടാകും. ഈ കുടുംബം പഠിപ്പിച്ചു തരുന്നത് ആ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മ കടന്നു വന്ന് ഒരു മെഴുകുതിരി പോലെ ആ കുടുംബത്തെ പ്രകാശിപ്പിക്കപ്പെടും. പ്രിയമുള്ളവരെ, സംശയിക്കാതെ സ്വർഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാല്, സംശയിക്കാതെ കൂതാശികളിൽ സ്വീകരിച്ചു കഴിഞ്ഞാല്, സംശയിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്, വിശ്വസിച്ചു കഴിഞ്ഞാല് അവിടെ അധരങ്ങൾ തുറക്കുന്നത് നമ്മുടെ സക്കറിയയുടെ ജീവിതത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സക്കറിയ എലിസബത്തിന്റെ കുടുംബം. നമുക്ക് ചിന്തിക്കാം, ഇതുപോലെയാണോ നമ്മുടെ കുടുംബം? ഇനിയുള്ളത് കാനായിലെ കല്യാണം വരുന്നത്, ആ ഒരു ഭവന, ആ ഒരു കുടുംബം. ഈ കല്യാണം നമുക്കറിയാം, യഹൂദ പാരമ്പര്യത്തില് 7, 12, 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് കല്യാണം. നമ്മുടെ നാടുകളിലും ഒരു ആഘോഷമാണ് കല്യാണം. ഈ BCC യൂണിറ്റിനൊക്കെ പോകുമ്പോഴേ, പ്രാർത്ഥനകൾക്കൊക്കെ പോകുമ്പോഴേ കാണുന്ന ഒരു കാഴ്ചയാണ്. പ്രാർത്ഥന കഴിയും, ജപമാല 2 പേര് കാണും, പ്രാർത്ഥന തുടർന്ന് ബൈബിൾ പ്രതിഷ്ഠ 5 പേര് കാണും, അതിനുശേഷം ചർച്ചയാവുമ്പോൾ 15 പേര് കാണും. ഇതെല്ലാം കഴിയുന്നതിന് ശേഷം ഒരു പാരമ്പര്യമുണ്ട്. എന്താ ഇതൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്ന ഒരു പാരമ്പര്യം എന്താ? നമ്മുടെ നാട്ടിലൊക്കെ പള്ളിക്കാടുണ്ടോ എന്നൊക്കെ അറിയാൻ പാടില്ല. ചായ കുടിക്കും, ഒരു ചായ കുടിക്കും. ഈ BCC യൂണിറ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും അമ്മമാരും സ്ത്രീജനങ്ങളും ഒക്കെ മുൻപിൽ തന്നെ ഇരിക്കും. പക്ഷെ ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ചായ കുടിക്കേണ്ട സമയമാകുമ്പോഴേ ഈ അമ്മമാരെ കാണാൻ പറ്റില്ല. കാരണം ഈ അമ്മമാർക്കൊക്കെ ഈ അടുക്കള വിട്ട് മാറാൻ ഒരിക്കലും കഴിയില്ല. ഇന്നത്തെ മക്കളുടെ അടുക്കള എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിക്കും. അവർക്കറിയാന്നുള്ളത് TV റൂമും ഡൈനിങ് ഹാളും. അവർ ഇന്നത്തെ മക്കൾ അടുക്കള കണ്ടിട്ടുള്ളത് ആകപ്പാടെ വീട് പാചകമായിരിക്കും. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് അടുക്കള അറിയില്ല. യഥാർത്ഥം പറയാം, ഈ അമ്മമാര് അടുക്കളയിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അമ്മമാരുണ്ട്. പരിശുദ്ധ അമ്മയും കാനായിലെ കല്യാണത്തിൽ ഒരു കുറവ് വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴും അവിടെ ആദ്യം അറിയുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ നാട്ടില് കല്യാണം ഇപ്പോഴ് എല്ലാം കാറ്ററിംഗ് ആണല്ലോ, കാറ്ററിംഗ്. എന്നാൽ ഈ ഓർഡിനേഷൻ വരെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ആഹാരം കൊടുക്കുന്നത് വരെ ഇപ്പോഴും കാറ്ററിംഗ് ആയി. എളുപ്പമാണല്ലോ. എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. കാരണം ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ഈ കാറ്ററിംഗ് പിള്ളേര് അവർക്കൊരു ഗുണമുണ്ട്. അവരിങ്ങനെ ദോശ കാണും, ചപ്പാത്തി കാണും, അപ്പം കാണും, ബിരിയാണി കാണും. ഇത് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഈ പയ്യന്മാരിങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തി ബിരിയാണി എന്ന് വിളിക്കില്ല, ദോശ വിളിക്കും. ഇവിടെ യുവമാരെ അടുത്ത് പോയി ചോദിക്കും, ഞാൻ പാത്രം വേണ്ടി ചോദിക്കും, എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാത്രം വേണ്ടി ചോദിക്കും. അവിടെ അവർ ഒരു ദോശ, ഒരപ്പം, ഒരു 2 കഷ്ണം കപ്പ, ഇതൊക്കെയാണ് ഇട്ട് തരുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കല്യാണത്തിന് പറയും, എടാ ഞാൻ ഇതൊന്നും കഴിക്കില്ല, 2 ദോശ കൊടുത്താ എന്ന് പറയും. ലോകമില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, പുറത്ത് തട്ടുകിടേണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ കല്യാണങ്ങളൊക്കെ അതുപോലെ. നമ്മുടെ നാട്ടുപുറത്തുള്ള കല്യാണങ്ങൾ ഈ കൈകഴുകുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റും. ഈ പരിശുദ്ധ അമ്മ കാനായ കല്യാണ വീട്ടിലെ കുറവ് വന്നപ്പോൾ ആദ്യം തന്റെ പ്രിയപുത്രന്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മുടെ നാടുകളിലെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു കുറവെന്ന് കഴിഞ്ഞാൽ ആദ്യം പഞ്ചായത്ത് മുഴുവൻ പറയും. അതിനുശേഷം മാത്രമേ വീട്ടിലെ അപ്പനും അമ്മയും അറിയത്തുള്ളൂ. അപ്പോഴാണ് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിയെ കെട്ടിച്ചയച്ചപ്പോൾ എന്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പഴയ മാതാപിതാക്കന്മാർക്കറിയാം, ആഹാരം വെട്ടിമുഴേണ്ടി വന്നാലും കുഴപ്പമില്ല, തികയാതെ വരരുത്. നാണക്കേടാണ്. പക്ഷെ ഇന്നത്തെ കല്യാണങ്ങളിലൊക്കെ ഈ കൈകിടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നോക്കുമുട്ട തിന്നതിന് ശേഷം കൈകിടുന്ന സ്ഥലത്ത് പോയിരുന്നു പറയും, സാമ്പാറിന് കുറച്ചൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് എന്ന് പറയും. പായസമൊക്കെ കുറച്ചുകൂടെ മധുരമാകായിരുന്നു, കുറച്ചൊക്കെ അരിച്ചൊക്കെ ഇടാമായിരുന്നു. നന്നായിട്ട് 3-4 പ്രാവശ്യം പായസമൊക്കെ വാങ്ങി വീർത്തിട്ടാ പറയണം. ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയ വീട്ടിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന ചില വ്യക്തികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ കാനായിലെ കല്യാണ വീട്ടില് ആ ഭവനത്തില് ഒരു കുറവ് വന്നപ്പോഴേ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞു, അടുക്കളയില് എന്തോ ഒരു കുറവുണ്ട്. അവിടെ ഒരു കുറവുണ്ട്. അമ്മ അടുക്കളയെ ചുറ്റിപ്പറ്റി നിന്നു. ഇന്നത്തെ അമ്മമാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഈ പകുതിക്ക് ശേഷം ഇരിക്കുന്നവര് അമ്മമാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്നത്തെ ന്യൂജൻ അമ്മമാരെ അമ്മയാണോ മകളാണോ കോളേജിൽ പഠിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അമ്മമാര്, എനിക്കൊരു ചേച്ചിയുണ്ട്, 2 പിള്ളേരുടെ അമ്മയാണ്. ഈ ഇടക്കിടയ്ക്ക് അവരോട് പറയും, നീ ഒരു അമ്മയാണ് എന്ന് പറയും. ഇന്നത്തെ അമ്മമാരെ വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരായി കഴിഞ്ഞാൽ അവരപ്പോഴാണ് ജീവിച്ചു തുടങ്ങുന്നത്. ഒരു രാജമന്യ ഇവിടെ ഉള്ളത് പോലെ എന്നൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ കോളേജിൽ മാറി പോലെ. പക്ഷെ ഇന്നത്തെ ന്യൂജൻ അമ്മമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരായി കഴിഞ്ഞാൽ അവരൊന്ന് കൂലി തുടങ്ങും. അവരെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഇത് അപ്പനാണ്, കല്യാണം കഴിക്കുകയാണ്, 2 പിള്ളേരുണ്ടെന്ന് യഥാർത്ഥത്തിൽ പുതിയ തലമുറ അപ്പന്മാരെ തിരിച്ചറിയാൻ പറ്റും. ഒന്ന് കൂലി തുടങ്ങും.
ഒന്ന് ഭാരമൊക്കെ ചുമക്കുന്നത് പോലെ ഒന്ന് കൂലിപ്പുറമാണ്. അധികം അതിലൊന്നും verifiക്കത്തൊന്നുമില്ല, ഒന്ന് കൂലിപ്പുറമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അമ്മമാരെ, പുതിയ അമ്മമാരെ കണ്ട തിരിച്ചറിയില്ല. ഈ പഴയ അമ്മമാർക്ക് ഈ അടുക്കള ചുറ്റിപ്പറ്റി കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അമ്മ, ഈ കാലായിലെ കല്യാണ വീട്ടിലെ ഒരു കുറവ് വന്നപ്പോൾ ആ കുടുംബനാഥൻ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ പദ്ധതികൾക്കനുസരിച്ച് മാത്രം ഈ വിരുന്ന് മുന്നോട്ട് പോകും, ഇതിന് സമൃദ്ധി തന്നെ ഉണ്ടാകും. പക്ഷേ അവൻ ചിന്തിച്ചതുപോലെ അവന്റെ പദ്ധതികൾക്ക് കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി ആ കുടുംബം. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചു, അച്ഛനായിട്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും, ഞാൻ കണക്ക് കൂട്ടി ഇതുപോലെയൊക്കെ ആയിരിക്കും, കൊള്ളാം, നല്ല രസമാണ് എന്നൊക്കെ ചിന്തിച്ചു. ഇവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 50 വർഷമായ അപ്പച്ചനോടും അമ്മച്ചിമാരോടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് വിചാരിച്ചതുപോലെയാണോ ഈ കഴിഞ്ഞ 50 വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് കൈ കൂപ്പോ. കാര്യം ഈ കഴിഞ്ഞ നാളിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു അപ്പച്ചൻ വന്നിട്ട് ഇങ്ങനെ വൈദികരോട് പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷം അയച്ചാൽ ഇതുപോലെ അവൾ അറിഞ്ഞൂടെ ഞാൻ എന്താണ് കഴിക്കുന്നത്. കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോകുന്ന കുടുംബങ്ങളാണ്. പക്ഷെ കാനായിലെ കല്യാണ വീട്ടിലെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയപ്പോൾ അവിടെ പരിശുദ്ധ അമ്മ ഇടപെട്ട് ദൈവപുത്രന്റെ അടുത്തേക്ക് അവരെ അയക്കുകയാണ്. ആ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാതെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബത്തിന് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞു. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് മുഴുവനും അല്ലെങ്കിൽ ചാരക്കണ വരാത്താല് അല്ലെങ്കിൽ തൊഴിലുറപ്പ് സ്ഥാനത്തിലേക്ക് പറഞ്ഞു വരത്താതെ ആ കുടുംബത്തിന്റെ അടുത്ത് പോയി ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മളെ മക്കളെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഒരു നന്മകൾ കേൾക്കാൻ പറ്റും. ഇത് കാനായിലെ കല്യാണമാണ്. ഇനിയുള്ള മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് ഈ സക്കേവൂസിന്റെ ഒരു ഭവനമാണ്. സക്കേവൂസിന്റെ ഭവനം പലപ്പോഴും ഈ വീട് ആശീർവദിക്കുന്ന സമയത്തൊക്കെ ഈ സക്കേവൂസിന്റെ സുവിശേഷമാണ് വായിക്കാറുള്ളത്. ഞാൻ അറിഞ്ഞു വെച്ച് സക്കേവൂസിന്റെ സുവിശേഷം വായിക്കാറില്ല, വേറെ മറ്റു സുവിശേഷങ്ങൾ വായിക്കും. ഭവനത്തിലേക്ക് കയറി ചെന്നാൽ സമാധാനം ആശംസിക്കണമെന്നുള്ള സുവിശേഷം ഞാൻ വായിക്കുന്നു. കാരണം ആ സക്കേവൂസിന്റെ സുവിശേഷം വായിക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന 30 പേര് 15 പേരും എന്നെ ഒന്ന് നോക്കും. സക്കേവൂസിന്റെ സുവിശേഷം വായിച്ചാൽ സക്കേവൂസ് പൊക്കം കുറഞ്ഞു, കർത്താവിനെ കാണാൻ പറ്റാത്ത ആളുമായിരുന്നു. അപ്പോഴേക്ക് എന്നെ നോക്കും, ഇപ്പൊ ആരെ കുറിച്ചാണ് പറയണമെന്ന് പറയുന്നത്. പക്ഷേ സക്കേവൂസ് പൊക്കമൊന്നും കുറവായിരുന്ന മനുഷ്യനൊന്നും അല്ല. കേന്ദ്ര ഗവൺമെന്റിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടത്തേക്ക് ഇൻകം ടാക്സിന് പിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന മനുഷ്യൻ കുറച്ചൊക്കെ ഉയരവും ഭാരവും ഗാംഭീര്യവും ശക്തിയുമുള്ള ആളായിരിക്കും. റോമ സാമ്രാജ്യത്തിന് വേണ്ടി കരണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സക്കേവൂസ്. പക്ഷേ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു കർത്താവിനെ കാണണമെന്ന്. സക്കേവൂസിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, ഒരു മനുഷ്യൻ കാരണം കുടുംബം രക്ഷപ്പെട്ടു. കുടുംബനാഥ നീ ചിന്തിക്കണം, നീ കാരണം കുടുംബം രക്ഷപ്പെടുന്നുണ്ടോ? കുടുംബനാഥ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ കാരണം എന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടോ? മക്കളെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ കാരണം എന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടോ? സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തുനാഥൻ പോയപ്പോൾ സക്കേവൂസിന് മാനസാന്തരം ഉണ്ടായെന്ന് നമുക്ക് പറയാം. അവൻ തിരിച്ചറിഞ്ഞു, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്. കർത്താവ് നമ്മുടെ ഭവനത്തിലുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴും നമ്മൾ പറയും, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്. ഒരു മനുഷ്യ മനസ്സ് തിരിഞ്ഞാൽ മതി, ആ കുടുംബം രക്ഷപ്പെടും. നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തെ നമ്മുടെ കിണർ ഇങ്ങനെ വൃത്തിയാക്കുക, കിണർ ഇറക്കുന്നു എന്ന് പറയാം. കിണർ വൃത്തിയാക്കുക. എന്തിനാ കിണർ വൃത്തിയാക്കാൻ? അല്ലെങ്കിൽ ഈ ചെളിയുള്ള കുടുംബം മുഴുവൻ കുടിക്കേണ്ടി വരും. ഒരു മനുഷ്യൻ കാരണം, ഒരു വ്യക്തി കാരണം കുടുംബത്തിൽ കൃപയും ഒഴുകും, കൃപയ്ക്ക് ബന്ധനം ഉണ്ടാകും. ഇതിലേത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ കുടുംബം ഈ സക്കേവൂസ് അനുഭവിച്ചപ്പോഴേ ആ കുടുംബത്തിന് രക്ഷ കിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷ വരണമെങ്കിൽ ഒരാളൊന്ന് മനസ്തപിച്ച് അനുഭവിക്കും. ഞാൻ കാരണം എന്റെ കുടുംബം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴേ കർത്താവ് കുടുംബത്തിന് കൃപ നിറയ്ക്കും. ഇനിയുള്ളത് വചനത്തിൽ അധികം പറയാത്ത ഒരു കുടുംബമാണ് യോഹന്നാന്റെ കുടുംബം. യോഹന്നാൻ കാൽവരി മലയിൽ നിന്ന് ഒരു അമ്മയ്ക്ക് ഒരു മകനെ കിട്ടി, ഒരു മകനെ ഒരു അമ്മയെ കിട്ടി. ഈ കുടുംബം യോഹന്നാന്റെ ഭവനത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് യോഹന്നാൻ പോകുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും, ഈ വചനഭാഗം വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് യോഹന്നാൻ. പ്രിയപ്പെട്ട ശിഷ്യൻ, നെഞ്ചത്തിൽ കിടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചാരി കിടന്നു. അത്രത്തോളം സ്നേഹിച്ചിരുന്ന യോഹന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കുറച്ച് കുറ്റം പറയാൻ നല്ല രസമുണ്ട്. യോഹന്നാൻ കുറച്ച് കുറ്റങ്ങളുണ്ട്. പക്ഷേ ഈ പരിശുദ്ധ അമ്മ യോഹന്നാന്റെ ഭവനത്തിൽ എത്തിയതിനു ശേഷം ഈ കുറ്റങ്ങളൊന്നും യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത്
ഈ യോഹന്നാനും യാക്കോബും കൂടെയാണ് കർത്താവിന്റെ മുൻപിൽ സബരിപുത്രന്മാരുടെ അമ്മ ഭാര്യ യോഹന്നാന്റെ അമ്മ വന്ന് മക്കൾക്ക് വേണ്ടി കസേര ചോദിക്കുന്നത്. അന്ന് മഹത്വത്തിൽ വരുമ്പോഴേ എന്റെ മക്കൾ രണ്ടുപേരെയും യാക്കോബിനെയും യോഹന്നാനെയും വലതും ഇടതും വശത്തിരിക്കണം. ഒരു കസേര ആഗ്രഹിക്കുന്ന, അധികാരം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ. എനിക്കൊരു കസേര എവിടെയെങ്കിലുമൊക്കെ എന്റെ പേര് 4 പേര് പറയണം, എന്നെ കുറിച്ച് 4 പേര് പുകഴ്ത്തി പറയണം, എന്നെ എല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കണം, എനിക്ക് വേണ്ടി ഒരു ഇടം ഒരുക്കി തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു യോഹന്നാൻ. നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും എനിക്കൊരു കസേര വേണം, എന്നെ കുറിച്ച് 4 പേര് നല്ലതൊക്കെ പറയണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഇതുപോലെ ബുദ്ധിമുട്ട് യോഹന്നാനുണ്ട്. ഇനി മറ്റൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് ശിഷ്യന്മാരുടെ സമരിയായുടെ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സമരിയാക്കാരെ കർത്താവിനെ സ്വീകരിക്കാത്തതുകൊണ്ട് ഈ യോഹന്നാൻ എന്ന് പറയുന്ന ഈ പ്രിയ ശിഷ്യൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവെ, നിന്നെ സ്വീകരിച്ചില്ലല്ലോ, നമ്മൾ ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി ഈ കൂട്ടങ്ങളെ നശിപ്പിക്കാൻ പറയട്ടെ. യോഹന്നാൻ പറയുന്ന ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞാൻ പറയട്ടെ. നമ്മളും അതുപോലെ നമ്മൾ കുറച്ചൊക്കെ ആർക്കെങ്കിലും ഒരു 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? പെട്ടെന്ന് അവൻ എന്നെ വന്ന് സഹായം വിളിക്കണം. നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താല് അല്ലെങ്കിൽ എന്തൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാല് നമ്മൾ അടുത്ത ദിവസം ആഗ്രഹിക്കുന്നത് അയാൾ നമ്മുടെ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എനിക്ക് ഏത് നേരത്തെ തോന്നിയാ സഹായിക്കാം. യോഹന്നാൻ ഇതുപോലെ പ്രശ്നമാണ്. യോഹന്നാൻ ഇഷ്ടപ്പെടില്ല, ഞങ്ങളെ സ്വീകരിച്ചില്ലല്ലോ, ആകാശം തീയറിഞ്ഞ് കത്തിക്കാൻ പറയട്ടെ. ഇനി യോഹന്നാനിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ പേരിൽ ഒരു മനുഷ്യൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യോഹന്നാൻ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, വിലക്കെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നീ ഞങ്ങളോട് പറയണം, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മളും അതുപോലെയാണ്. നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരെ കൂടെ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മളോട് വേണമെന്ന് നിൽക്കാം. അല്ലാതെ നിന്ന് നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അത് BCC ഒഴിവിലായാലും ഇടവകയിലായാലും നമ്മൾ കുറച്ചു പേരൊക്കെ ചെയ്യും. മറ്റുള്ളവർ ആരെങ്കിലും നല്ല പ്രവൃത്തിയോ ഒരു കാര്യം എടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ പറയുന്നില്ല, നമ്മളോട് നിൽക്കണം, ഇല്ലെങ്കിൽ നീ ചെയ്യണം. ഇങ്ങനെ യോഹന്നാന് 3 കുറവുകളുണ്ട്. പക്ഷേ ഈ 3 കുറവുകൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില് അത് നഷ്ടപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഈ പരിശുദ്ധ അമ്മ യോഹന്നാന്റെ ഭവനത്തിൽ എത്തുന്നത് വരെ ഈ അധികാരമോഹി, മറ്റുള്ളവർ നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ, മറ്റുള്ളവർ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില് ആ ദുഃഖവേള കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പ്രിയ ശിഷ്യൻ, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ള മറ്റു പല പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി, എളിമപ്പെടാൻ തുടങ്ങി. നമ്മുടെ ഭവനങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്? എപ്പോഴും എന്റെ കുടുംബത്തിൽ ഞാൻ അധികാരം കാണിക്കണം, എന്റെ കുടുംബത്തിന് മാത്രം രക്ഷപ്പെട്ടാൽ മതി, മറ്റു കുടുംബം രക്ഷപ്പെടേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ ബന്ധനങ്ങൾ കുടുംബമാകുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് നന്മ ഉണ്ടാകുക. ഇനിയുള്ള മറ്റൊരു കുടുംബം എന്ന് പറയുന്ന ഒരു ഭവനം എന്ന് പറയുന്നത് സഹിയോന്റെ കുടുംബം, സഹിയോന്റെ മാളികാഭവനം. ആ കുടുംബം പ്രിയമുള്ളവർ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹിയോന്റെ മാളികയെ കുറിച്ച് കുറച്ചധികം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവിടെ വചനം പറയുന്ന സത്യമുണ്ട്. അവർ പ്രാർത്ഥനയിൽ ഏക മനസ്സറിയുന്നു. ഈ ഒരുമയോടുകൂടി കഴിയുക, ഏക മനസ്സരായിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കർത്താവ് പ്രാർത്ഥിച്ച ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ശിമയോനോട് പറയുന്നു, ശിമയോനെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനാ ഈ പാറ്റന? എന്തിനാ ഈ ഗോതമ്പ് പാറ്റന? മുറം അറിയാം, മുറ പഴയ അമ്മച്ചിമാർക്ക് പറയും മുറ. ഈ മുറം ഇങ്ങനെ അതിലിങ്ങനെ ഗോതമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒത്തിരി ഗോതമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ പാറ്റി ചിതറിച്ചെറിയുമ്പോഴേ ഒരു വശത്ത് ഗോതമ്പ് വീഴും, മറ്റേ വശത്ത് അതിലെ കളകൾ വന്ന് വിടും. ഇങ്ങനെ ചിതറിച്ചെറി, ഒന്നിനോടൊന്ന് ചേരാത്ത രീതിയിലാണ് ചിതറിച്ചെറിയുന്നത്. സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പാറ്റുക എന്ന് പറഞ്ഞാല് അവൻ ചിതറിച്ച് ഐക്യമുണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ അനൈക്യമുണ്ടാക്കുന്നത് അശുദ്ധാത്മാവാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ BCCയില്, നമ്മുടെ ദേവാലയത്തിന്റെ ഉള്ളില് അനൈക്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്കുള്ളതാണ് ഈ വചനം സാത്താന്റെ കയ്യിലെ ഉറപ്പിലെ ഗോതമ്പായി കഴിയും.
കഴിഞ്ഞു. അവൻ ചിതറിക്കും. ഭിന്നതയുടെ കാര്യങ്ങൾ, ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ, ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ, ചിതറിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബത്തെയും ദേവാലയത്തെയും DCCയെയും ചിതറിക്കുന്ന ചിലരുണ്ട്. അവർക്കുള്ളതാണ് ഈ സുവിശേഷം, ഈ പറഞ്ഞ വചനം. ഈ സൈന്യത്തെ മാളികയിൽ ഈ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് ശിഷ്യന്മാരെ ഏക മനസ്സനായിട്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്റെ നാമത്തിൽ 2-3 പേർ എവിടെ ഒരുമിച്ച് കൊടുത്തുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. നമ്മുടെ കുടുംബങ്ങളില് ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ? നമ്മുടെ DCCകളില് ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ? നമ്മുടെ ദേവാലയത്തിൽ ഈ കൂട്ടറകളില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ? ഇറങ്ങി വന്നതാ. ഒരിക്കലും ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതാ. പക്ഷെ എപ്പോഴൊക്കെയോ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെയൊക്കെ അനൈക്യത്തിന്റെ വാക്കുകൾ കാരണം, ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ കാരണം, മറ്റുള്ളവർ മുറിപ്പെടുത്തി കൂട്ടം തെറ്റിക്കുന്ന വാക്കുകൾ കാരണം ഈ പരിശുദ്ധാത്മാവ് കെട്ടടങ്ങി തുടങ്ങിയത് തിരിച്ചറിയണം. ഐക്യത്തോടുകൂടെ ആയിരിക്കേണ്ട കുടുംബങ്ങൾ അനൈക്യം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ പ്രിയമുള്ളവരെ, അത് നമ്മുടെ തെറ്റാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ തെറ്റാണ്. ഈ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ മാത്രം മറ്റുള്ളവരെ കുറിച്ചുള്ള മാത്രം കണ്ടുപിടിക്കുന്നു. ഈ പണ്ട് കാലങ്ങളിൽ അടുപ്പ് തറയിലുള്ളത്, നിലത്താണ് അടുപ്പ് തറയിൽ. ഈ വീട് പാലുകാച്ചിന് പോകുമ്പോൾ ഒത്തിരി സന്തോഷകരമായ അനുഭവങ്ങൾ വീട് പാലുകാച്ചിന്. ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ വർഷം ഉള്ളൂർ എന്ന് പറയുന്ന ദേവാലയത്തില് അസിസ്റ്റന്റ് വികാരിയായിരിക്കുമ്പോൾ അച്ഛന്റെ കൂടെ ഒരു ഭവനാശീർവാദം വലിയൊരു അവിടെ ഈ ഭവനാശീർവാദം നിങ്ങളടുത്ത് പ്രിയമുള്ളവർക്ക് തളിച്ചു. ആശീർവാദമൊക്കെ കഴിഞ്ഞു. ആശീർവാദം കഴിയുമ്പോഴേ നമുക്കൊരു പാരമ്പര്യം ഉണ്ടല്ലോ, ഈ അടുപ്പ് ആശീർവദിക്കുന്ന ഒരു പാരമ്പര്യം. കുടുംബനാഥ ഇങ്ങനെ ഒരു പേപ്പറിനെ തിരികെ കയറ്റി കുറച്ച് കൊതുമ്പ് ചൂട് നിൽക്കും. കുടുംബനാഥൻ പുരോഹിതന് കത്തിച്ചു കൊടുത്ത മെഴുകുതിരി വാങ്ങി ഈ കൊതുമ്പ് ചൂട് കത്തിച്ചു കൊടുക്കും. അതിനുശേഷം ഈ തീ അണയാത്ത രീതിയിൽ അച്ഛൻ ആശീർവദിക്കും. എന്നിട്ട് ഇതിനടുത്ത് അങ്ങ് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കത്തും. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അണയും. അപ്പോൾ ഈ പുക കൊണ്ട് വീട് നിറയും. അപ്പൊ വീട്ടിനകത്തുള്ളവരെ പുറത്തും കഴിക്കാൻ പോകും. ഇതാണ് പാരമ്പര്യം. അങ്ങനെ ഈ ഭവന ആശീർവദിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ, ഈ വീട് ആശീർവാദം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ നോക്കി അടുപ്പൊന്നും കാണാനില്ല. നോക്കിയപ്പോഴിങ്ങനെ ഞാൻ ഇതിനു മുമ്പേ പറയുന്ന ഒരു അനുഭവമാണ്. ഒരു കുട്ടിയൊക്കെ ഇട്ട് സ്പ്രിങ് അടിച്ചത് ചേച്ചി ഒരു തോക്കും വെച്ച് വിളിക്കുക. ഇങ്ങനെ അടുക്കളയിൽ സ്പ്രിങ്ങൊക്കെ അടിച്ചത് ചേച്ചി ഒരു തോക്ക് വെച്ച് വിളിക്കുക. എനിക്ക് അതിന്റെ പേര് കൃത്യമായിട്ടില്ല. ഒരു തോക്ക്. കുടുംബനാഥൻ ഇങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോഴേ ഈ തീർത്ഥമുള്ളവർക്ക് കളിച്ച് ആശീർവദിക്കുന്നു. ഞാൻ ആലോചിച്ചു, ഇതിപ്പോ എങ്ങനെ ഇത് ആശീർവദിക്കും? ഈ തോക്ക് വെച്ചുകൊണ്ടാണ് നിൽക്കണേ. എങ്ങനെ ആശീർവദിക്കും? ഈ തീർത്ഥവെള്ളത്തിലേക്ക് മുക്കുമോ അതോ മറ്റെന്തെങ്കിലും ആരാധനാക്രമത്തിലുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ അച്ഛൻ ഇങ്ങനെ തെറ്റല്ലാത്ത രീതിയിൽ ആ ചേച്ചി ആ തോക്ക് ഇങ്ങനെ നീട്ടി കൊടുത്തു. അച്ഛൻ അത് കുടിച്ചൊക്കെ വെച്ച് ആശീർവദിച്ചു. കത്തിച്ചോളാൻ പറഞ്ഞു. ചേച്ചി ഇങ്ങനെ തപ്പയിങ്ങനെ അടിച്ചു. ഇവിടെ കറക്കി അച്ഛനായിട്ട് വന്ന് കറക്കി. അപ്പോഴേക്കും ഈ തീ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കുലുങ്ങാന്ന് കത്തിയിരുന്നു. നോക്കിയപ്പോഴെന്റെ മുഖമൊക്കെ അത് നന്നായിട്ട് കാണാം. നേരിട്ട് കാണുന്നതിനൊക്കെ വളരെ സുഖമായിട്ട് അടുപ്പിൽ കാണാം. അത്രത്തോളം ഇങ്ങനെ ചിന്തിട്ടിരുന്ന ഈ അടുപ്പ് ഒരു ഓർമ്മപ്പെടുത്തല, ഐക്യത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തല. ഈ പരിശുദ്ധാത്മാവ് ഐക്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള ഒരു ഓർമ്മപ്പെടുത്തല. നമ്മുടെ കുടുംബങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ നിറവുകളാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അടുപ്പാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ അടുപ്പുണ്ട്, തറയില്ല. ഈ അപ്പനും അമ്മയ്ക്ക് അതിരാവിലെ എഴുന്നേറ്റ് മരപ്പെട്ടാൻ പോകുന്ന ടാപ്പിങ്ങിന് പോകുന്ന അപ്പന് വേണ്ടിയിട്ട് അമ്മ 3 മണിക്ക് എണീറ്റ് അടുപ്പ് കത്തിച്ച് മക്കൾക്കുള്ളതും അപ്പനുള്ളതും എല്ലാം ഉണ്ടാക്കി അവരെയൊക്കെ പറഞ്ഞു വിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഈ അടുപ്പൊന്ന് തീയാണ് അച്ഛനെ വെച്ചിരിക്കും. ഈ വൈകുന്നേരം ആകുമ്പോഴേ ഒരു 5 മണിയാകുമ്പോഴേ ഈ അമ്മ വീണ്ടും ഈ അടുപ്പ് കത്തിക്കും. ഒരമ്മമാരും ഈ അടുപ്പിലേക്ക് വീണ്ടും തീപ്പട്ടി അടിച്ച് വെക്കാറുണ്ട്. ആസ്മ പിടിച്ച അമ്മയായാലും ടി വി പിടിച്ച അമ്മയായാലും ശ്വാസം ഇല്ലാത്ത അമ്മയായാലും ഒരു പേപ്പർ എടുത്ത് അടുപ്പില്ലാത്ത വെച്ച് അന്ന് വരെ ഉള്ള ശ്വാസത്തിന് ആ പവറിൽ ഊതും ശക്തമായിട്ട് ഊതും. ഒരൊറ്റ ഊത് മതി. അതിന് എത്ര തന്നെ ചാരം കൂടി കിടന്നാലും ആ അടുപ്പ് പഴയതിനേക്കാളും ശക്തമായിട്ട് ആളിക്കത്തും. ഇത് കുടുംബങ്ങൾക്ക് പാഠമാണ്. നമ്മളൊക്കെ ഊതാൻ പിടുത്തമായ കുറച്ചു നേരം കൂടെ ഞാൻ ഊതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഊതും മറ്റുള്ളവരുടെ ജീവിതത്തിലെ. നീ ഇങ്ങനെയല്ല, നീ മോശം, നീ ശരിയല്ല, നിന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, നിന്റെ കുടുംബം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള മക്കളെ കുറ്റപ്പെടുത്തി ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ മറ്റുള്ള മക്കളെ കണ്ട് താരതമ്യപ്പെടുത്തി പിന്നെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഊതുമ്പോഴും ഈ അടുത്ത് പറഞ്ഞു തരുന്ന ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സത്യം ഒന്ന് മനസ്സിറങ്ങി സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക്, സ്വന്തം ആത്മീയതയിലേക്ക്, സ്വന്തം ബലഹീനതകളിലേക്ക്, സ്വന്തം കുറവുകളിലേക്ക് ഊതി കഴിഞ്ഞാൽ
നിന്റെ കുടുംബം രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ചിന്തകളൊക്കെ അവസാനിപ്പിക്കുക. പരിശുദ്ധ അമ്മ ഒരു നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നു. കുടുംബത്തെ കണ്ടിട്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ കുടുംബത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബം, ദേവാലയമാകുന്ന കുടുംബം, ഇവിടെ എങ്ങനെയാണ് നമ്മൾ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, അനേകമുണ്ട്. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്ന് വ്യക്തി ജീവിതങ്ങളിലെ കുറവുകളെ ഊതി ആ ചാരത്തെ നഷ്ടപ്പെടുത്തി ഐക്യത്തിന്, പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിന് വരുമ്പോൾ ഇടവക കുടുംബമായിട്ട് ചൊല്ലിക്കും. അങ്ങനെയുള്ള മക്കളെ കുറിച്ച് സഭ ഒത്തിരി അഭിമാനിക്കും. ഇത് നാളില് നമ്മുടെ വിശുദ്ധ അന്ന നമ്മളെ സഹായിക്കട്ടെ ഐക്യത്തിൽ ജീവിക്കാൻ. കുടുംബങ്ങൾ പുണ്യമാക്കുവാൻ, മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ, മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് അഭിമാനിക്കുവാൻ ഒരു നിമിഷമായിട്ട് മാറട്ടെ. ഈ തിരുനാള് കർത്താവിനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കണം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. you.
പ്രാർത്ഥനകൾ അവിടെ നമുക്ക് പ്രചോദിപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും നമ്മുടെ രൂപാധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സുരരാജൻ പിതാവിനെയും എല്ലാ വൈദ്യരെയും സന്യസ്തരെയും നമ്മുടെ ഇടവാംഗമായ സിസ്റ്റർമാരെയും നമ്മുടെ ഇടവുകാരി ബഹുമാനമുള്ള ബിനുവർഗീസിനെയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കടമയായിരിക്കുന്ന റവറന്റ് ഫാദർ ജിനു റോസത്തിനെയും വചന പ്രവർത്തനം നടത്തിയ റവറന്റ് ഫാദർ സബിൻ എസിയത്തിനെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അങ്ങേ ഭൗതനായി ശുശ്രൂഷാ മനോഭാവത്തോടും എളിമയോടും നിർവഹിക്കുന്നതിനുള്ള ശക്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികളെ വിവേകത്താലും ജ്ഞാനത്താലും കരുണയാലും നിറയ്ക്കണമേ. സത്യം, ധർമ്മം, നീതി ഇവയാൽ നിറഞ്ഞ ഒരു ഭരണം കാഴ്ചവെക്കാൻ അവരെ പ്രാപ്തരാക്കണമേ. ശാന്തിയും സമാധാനവും നിറഞ്ഞതും പരസ്പരം സ്നേഹത്തോടും ആദരവോടും പെരുമാറുന്നതുമായ ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ പവിത്രീകരിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പക, അസൂയ തുടങ്ങിയ എല്ലാ തിന്മകളെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അകറ്റണമേ. ബന്ധങ്ങളുടെ തീവ്രത നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഒരേ ശരീരത്തിലെ അവയവങ്ങളെ പോലെ പരസ്പരം താങ്ങാനും കരുതാനും പങ്കുവയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും യുവാവായ ക്രിസ്തുവിന്റെ മാതൃകയിൽ ജീവിക്കുന്നതിനും പരസ്പരം സ്നേഹത്തോടും ആദരവോടും പെരുമാറുന്നതിനും വേണ്ട കൃപ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുമക്കൾ ശിശുസഹജമായ നിഷ്കളങ്ക സ്നേഹവും അടിയുറച്ച ദൈവവിശ്വാസത്തിലും വളർന്നു വരുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവേ, ഈ വർഷത്തെ തിരുനാൾ ദിനങ്ങൾ ആഘോഷപ്രദമാക്കുന്നതിന് വേണ്ടി അക്ഷരം പ്രയത്നിച്ച പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ഗായക സംഘ അംഗങ്ങൾ, അൽത്താര ബാലകർ, മറ്റ് സംഘടന പ്രതിനിധികൾ, ഇടവക ജനങ്ങൾ എല്ലാവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഓരോ വ്യക്തികളെയും അങ്ങയുടെ വരദാനങ്ങളാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലും സമൂഹത്തിലും രോഗികളായി കഴിയുന്നവരെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന ഏകാഗ്രതയിലും പ്രയാസങ്ങളിലും അങ്ങയുടെ കരുണയാൽ നിറയ്ക്കുകയും ആശ്വാസദായകനെ അയച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ,
ജീവിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് എല്ലാ ആത്മാക്കളെയും വിശ്വാസികളെയും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്നും സേവനം ചെയ്ത് മരിച്ചുപോയ എല്ലാ വൈദികരെയും സിസ്റ്റർമാരെയും സ്മരിക്കണമേ. രോഗവും വാർദ്ധക്യവും മരണവുമില്ലാത്ത ലോകത്ത് പ്രവേശിക്കുവാൻ ഇവരുടെ ആത്മാക്കളെ എല്ലാ പാപകറകളിൽ നിന്നും ശുദ്ധീകരിച്ച് അങ്ങേ തിരുമുഖം കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
പരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശദീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങളും മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോപണം ചെയ്തുകൊണ്ട് സ്വർഗ്ഗകവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നു. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അഭിരാമൻ ഞങ്ങൾ ആഘോഷത്തോടെ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ ഈ
പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയായി ചെയ്യുവിൻ. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സമ്മി മെത്രാനോടും സഹായ മെത്രാൻ സെൽവരാജൻ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഇന്നേ ദിവസത്തെ ദിവ്യബലിക്ക് ക്രമീകരണങ്ങൾ ചെയ്യുന്ന പാരിഷ്
കൗൺസിൽ അംഗങ്ങളെയും ഇടവക ജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപാവര ദാനങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ നന്മയ്ക്കായി ക്രമീകരിക്കുന്ന അവിടുത്തെ പദ്ധതിയുടെ മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. കാന്യവാനായ പിതാവേ, ഞങ്ങളുടെ ഇടവകയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ഇടവകയിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപാവരത്തോട് സഹകരിക്കാതെ പോയ ജീവിത നിമിഷങ്ങളോട് മാപ്പപേക്ഷിക്കുന്നു. ഈ ഇടവകയിലെ എല്ലാ മക്കളും അങ്ങയുടെ സന്നിധിയിൽ ഒത്തുചേരുവാനും അങ്ങേ ആരാധിക്കുവാനുമായി ഒരാലയം പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആലയം ഏറ്റവും നന്നായി എത്രയും വേഗം പണി കഴിപ്പിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ കേന്ദ്രമായ ഈ ദേവാലയം നിർമ്മിക്കുന്നതിന് പലവിധത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാലത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസപിതാവിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമെന്ന്. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഒരു വാക്കു ഉച്ചരിച്ച
അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ആശീർവാദസ്നായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ വാഗ്ദാനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യഭൂ